മലയാള സിനിമയിലും തമിഴിലും ഉൾപ്പെടെ ഇന്ത്യൻ ഭാഷകളിൽ വിസ്മയം സൃഷ്ടിച്ച സംഗീത സംവിധായകനാണ് SP വെങ്കടേഷ്. മലയാളത്തിൻ്റെതായ ഒരുപിടി ഹിറ്റ് ഗാനങ്ങൾ, ഒരുപിടി എന്നല്ല അതിനപ്പുറത്തേക്കും ഒരു ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചാണ് അദ്ദേഹം മടങ്ങുന്നത്. ഒരു കാലഘട്ടത്തിൻ്റെ സ്വരമോ നാദമോ ഒക്കെയായി നമുക്ക് SP വെങ്കടേഷ് ഗാനങ്ങളെ വിശേഷിപ്പിക്കാൻ കഴിയും. ശ്രീ ജയരാജ് സംവിധായകൻ നമുക്ക് പോകുന്നുണ്ട്. ശ്രീ ജയരാജ്, അങ്ങയുടെ അനുസ്മരണം എങ്ങനെയാണ്? ശ്രീ ജയരാജ്, അങ്ങേ കേൾക്കാമോ? എനിക്ക് ഇപ്പോഴും അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങൾ ഒന്നിച്ച് സംസാരിച്ചു. ജോണി വാക്കർ റിലീസ് ചെയ്യാൻ വേണ്ടി അതിന്റെ നൊട്ടേഷൻസ് വർക്ക് തുടങ്ങിക്കോട്ടേന്ന് ചോദിച്ചു. ഞാൻ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാവാം അദ്ദേഹം മരിച്ച് നമുക്ക് നഷ്ടപ്പെട്ടെന്ന് പറയാം. കാരണം അത്രയും ആഗ്രഹത്തോടു കൂടിയായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു സിനിമ അതൊരു കാലങ്ങൾക്ക് ശേഷം വീണ്ടും അത് റിലീസ് ചെയ്യാൻ വേണ്ടി നിരന്തരം എന്നെ വിളിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അനുമതി ഇല്ലാതെ ശാന്തനിരാത്രി എന്നുള്ള പാട്ട് മറ്റൊരു സിനിമയിൽ വരികയും ചെയ്ത് എന്നോട് ആ സങ്കടം പങ്കുവച്ചിരുന്നു. കാരണം അല്ലാത്ത വിഷമം തോന്നുന്നു. എന്നോടും ചോദിച്ചില്ല ആരും. പക്ഷേ സാറില്ല, അതെന്തായാലും വീണ്ടും ഹിറ്റാകില്ല, അങ്ങനെ വിചാരിച്ചാൽ മതി, എന്റെ പേര് പോലും വെച്ചില്ല ആ സിനിമയിൽ എന്ന് പറയും. അങ്ങനെ വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യമില്ല. എന്തായാലും ഞാൻ പറഞ്ഞ ഈ റിലീസ് വീണ്ടും നമുക്ക് ചെയ്യുമ്പോൾ പക്ഷേ ദാസന്റെ ശബ്ദത്തിൽ തന്നെ നമുക്കത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ള പുതിയ എക്യുപ്മെന്റ്സ് ഒക്കെ പറയുമ്പോൾ നമുക്ക് അറ്റ്മോസ്ഫിയർ ചെയ്യണം. അത്രയും ആഗ്രഹത്തിലായിരുന്നു അദ്ദേഹം. എൻ്റെ ഞങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന സിനിമകളൊക്കെ ജോണി വാക്കറും ഒരു ദിവസം കൊണ്ട് കമ്പോസ് ചെയ്ത പാട്ടുകളെല്ലാം ഒറ്റ ദിവസം രാവിലെ തൊട്ട് സന്ധ്യയായപ്പോഴേക്കും എല്ലാ പാട്ടുകളും എല്ലാം ഹിറ്റുകളും. ശാന്തനിരാത്രിയും ശാന്തിത്തങ്കനെയും നിന്നും പഴങ്ങളും എല്ലാ പാട്ടുകളും ഇത്രയും കാലിബറുള്ള ഡയറക്ടേഴ്സ് വളരെ കുറവാണ്. അത് സംവിധാനം മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അതിലേക്ക് കൊടുക്കുന്ന സ്പീഡും ഇമ്പാക്റ്റും കണ്ടതാണ്. സാഹിത്യവും ഏറ്റവും ഡിഫറൻറ്റ് സബ്ജക്റ്റാണ്. നമുക്കൊരു എപ്പോഴും എക്സ്പീരിയൻസ് ആണ് ചെയ്തതെന്ന് തോന്നില്ല. എന്തുകൊണ്ടാണ് എക്സ്പീരിയൻസിനെ ഏൽപ്പിച്ചതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ല മെലഡി ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ പാട്ട് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടുള്ളൂ ആ വർഷത്തിൽ. അത് ഇത്രയും കാലിബറുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ വളരെ അപൂർവമാണ്. എനിക്ക് വലിയ സങ്കടമാണ്. കാരണം ഞാൻ ഒന്നിച്ച് വീണ്ടും ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് മദ്രാസിൽ വരെ നമുക്ക് ഒന്നിച്ച് കാണാം. അത് പഴയതിനേക്കാളിലും ഭംഗിയായിട്ട് ജോണി വാക്കർ ചെയ്തിരിക്കാം. ഞാൻ എന്തായാലും ചെയ്യും. വീണ്ടും റിലീസ് അദ്ദേഹത്തിന് മക്കളെ കൊണ്ടാണെങ്കിലും അറിയാൻ പുറത്ത് വീണ്ടും പഴയതിനേക്കാളിലും ഭംഗിയായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചുള്ള ആസ്വാദന ശബ്ദത്തിലുള്ള ശാന്തനിരാത്രിയിലൊക്കെ പാടിച്ചു ആ സിനിമ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിനുള്ള ട്രിബ്യൂട്ടായിട്ട് ഞാൻ ആ സിനിമ റിലീസ് ചെയ്യും. എനിക്ക് ചെയ്യാൻ കഴിയുന്ന അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ശരിയായിരുന്നു. നന്ദി ശ്രീ ജയരാജ്. അങ്ങേക്ക് വളരെ അടുത്ത ബന്ധം. കഴിഞ്ഞ ദിവസവും സംസാരിച്ചതേ ഉള്ളൂ. ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതേക്കുറിച്ചാണ് അങ്ങ് വിശദീകരിച്ചത്. പക്ഷേ അങ്ങുമായി സംസാരിച്ചതിൻ്റെ തുടർച്ചയായി അതിൻ്റെ ആ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഈ മരണം സംഭവിച്ചത്. നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് പിറവി നൽകിയ 150-ലധികം ചിത്രങ്ങൾക്ക്, മലയാളത്തിൽ 150-ലധികം ചിത്രങ്ങൾക്ക് സംഗീതം നിർവഹിച്ച, കാലത്തെ അതിജീവിക്കുന്ന നിരവധി ഗാനങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ശ്രീ SP വെങ്കടേഷിന് വിട നൽകുകയാണ് സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട